ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിന് പകരം എൽ ഡി എഫിൽ നിന്നുകൊണ്ട് തന്നെ എൽ ഡി എഫിനെതിരായി ഒരു സംസ്ഥാന പ്രസിഡന്റ് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും സഹിക്കാൻ കഴിയില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ്, ഉറച്ചു നിൽക്കുന്നവരാണ്. ഇന്നലെ നടന്ന മീറ്റിങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ റിപ്പോർട്ടിൽ അവിടെ അവതരിപ്പിച്ചപ്പം പറഞ്ഞു. ഒന്ന് സി എമ്മിനെ സംബന്ധിച്ചാണ്. മന്ത്രിമാറ്റത്തിനെ സംബന്ധിച്ച് സി എം എടുത്ത നിലപാട് ശരിയല്ല, വിരൽ ചൂണ്ടി സംസാരിക്കാൻ എനിക്ക് കഴിയുമായിരുന്നു, ഞാനത് എൻ്റെ മാന്യത കൊണ്ട് ചെയ്തില്ല. ഈ പ്രസ്ഥാനത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ തുടരണമെന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. പുതിയ പാർട്ടി ഉണ്ടാക്കണം, എന്നിട്ട് മറ്റ് ഇടതുപക്ഷ മുന്നണിയുമായി ബന്ധപ്പെട്ട് മാറി നിന്നുകൊണ്ട് ഒരു സൂചന തന്നുകൊണ്ട് ഉള്ള ഒരു പ്രസംഗമാണ് അവിടെ നടത്തിയത്. ഇടതുപക്ഷ മുന്നണിയെയും സി എമ്മിനെയും കുറ്റം പറഞ്ഞതിന് ശേഷം, തള്ളിപ്പറഞ്ഞതിന് ശേഷം ആണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. അത് ഒരു കാരണവശാലും നമ്മളൊന്നും ഈ തിരുവനന്തപുരം ജില്ല അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളൊരു അഭിപ്രായം ഇവിടെ വന്നതാണ്. പാർട്ടി വിടാനുള്ള നീക്കമുണ്ട് ചാക്കോയ്ക്ക് ഉണ്ട്. അത് നീ ഒളിച്ചു വയ്ക്കേണ്ട, നിങ്ങളെ മുമ്പ് ഒളിച്ചു വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. അത് വളരെ വ്യക്തമായി ഇന്നലെ അവിടെ പ്രസംഗിച്ചതാണ്, വളരെ വ്യക്തമായി പറഞ്ഞതാണ്. അത് നമുക്ക് യോജിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. പ്രധാനമായും പാർട്ടി വിട്ടുപോകാനുള്ളൊരു കാരണം ഈ മന്ത്രിമാറ്റ വിഷയം തന്നെയാണ്. അതിൽ സി എം എടുത്ത നിലപാടാണ്. സി എം എടുത്ത നിലപാടാണ്. മന്ത്രിമാറ്റം എന്ന് പറയുന്ന അങ്ങനെ ഒരു സംവിധാനത്തിനെക്കുറിച്ച് ഈ പാർട്ടിക്കകത്തോ ഇങ്ങനെയൊന്നും വരേണ്ട കാര്യമില്ല. അതൊക്കെ അവരുടെ അതിന് പ്രത്യേക കമ്മിറ്റിയും കാര്യങ്ങളുണ്ട്, അതിനകത്ത് തീരത്തക്ക കാര്യങ്ങൾ. ഞങ്ങളെപ്പോലെയുള്ള സാധാരണ പ്രവർത്തകർക്ക് പൊതുരംഗത്തിറങ്ങി പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളായി. എങ്ങനെ പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ നിൽക്കണ്ടേ? എന്തുദ്ദേശം അതിൻ്റെ? അത് ഒരു തീരുമാനമുണ്ടെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാരിരുന്ന് കൂടി തീരുമാനിച്ച് മറ്റൊരു ചെവിയിൽ അറിയാതെ അത് പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം തെരുവിലിട്ട് അലക്കാൻ ഞങ്ങൾക്കൊന്നും പൊതുരംഗത്ത് നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് എത്തി. പുതിയ പാർട്ടി ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയിലേക്കാണ് നീങ്ങണം. അതുകൊണ്ടാണ് അത്തരത്തിൽ എതിർക്കുന്ന ജില്ലാ പ്രസിഡന്റുമാരെ ഒഴിവാക്കുക, സംസ്ഥാന ഭാരവാഹികളെ ഒഴിവാക്കുക, എന്നിട്ട് കൂടെ നിൽക്കുന്നവരെ ഉൾപ്പെടുത്തത്തക്ക ആളുകളെ ചുരുവിക്കയറ്റുക, ഈ നിലപാടെടുത്ത് മുന്നോട്ട് പോകണം. അപ്പം അത് ജില്ലാ പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ നിന്നും കാശ് കൊടുത്ത് ആ പണം അഡ്വാൻസായിട്ട് കൊടുത്ത് ആണ് ഈ ഓഫീസ് എടുത്തത്. സ്വാഭാവികമായിട്ടൊരു ജില്ലാ അധ്യക്ഷനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ അതിന് ഒരു നടപടിക്രമങ്ങളുണ്ടല്ലോ. ഒരാളിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെങ്കിൽ ഘട്ടം ഘട്ടമായിട്ടേ ചെയ്യാൻ പറ്റൂ. എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ ആ ആളിന് നോട്ടീസ് കൊടുക്കണം, ആ നോട്ടീസിന് മറുപടി വാങ്ങണം, അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യണം, അവർ നിൽക്കുന്ന ഘടകത്തിൽ ചർച്ച ചെയ്യണം, എന്നീ പാർട്ടിയിൽ അത് അറിയിക്കണം. സംസ്ഥാന എക്സിക്യൂട്ടീവ് പോലും വിളിച്ചിട്ടില്ല ഇതിൽ. സംസ്ഥാന എക്സിക്യൂട്ടീവ്, സംസ്ഥാന ഭാരവാഹികൾ പോലും അറിഞ്ഞില്ല. അവിടെ ഇരുന്ന് തീരുമാനിക്കുകയാണ്. എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? ജനാധിപത്യപരമായി തിരഞ്ഞെടുപ്പ് നടത്തി ആ തിരഞ്ഞെടുപ്പിൽ കൂടെ വന്ന പ്രസിഡൻ്റാണ്. ആ പ്രസിഡൻറ്റിനെ ഒറ്റ ദിവസം കൊണ്ട് അവിടെ ഇരുന്ന് നോട്ടീസ് കൊടുക്കാതെ നടപടിക്രമം പൂർത്തിയാക്കാതെയും പുറത്താക്കുക എങ്ങനെ അംഗീകരിക്കാൻ കഴിയും?